ഹരേ കൃഷ്ണ. നമ്മളുടെ ഗീതാ രഹസ്യം എന്ന ഭഗവത്ഗീത ഓവർവ്യൂ കോഴ്സിന്റെ 18ാമത്തെ ക്ലാസ്, അതായത് അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 18 ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തി വന്ന 18 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 20 ദിവസമായി. 2 ദിവസം നമുക്ക് 2-3 ദിവസം നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. സോ എന്നാൽ ഈ 18 ദിവസം നമ്മൾ നീണ്ടുനിന്ന ഈ ഒരു കോഴ്സിൽ എല്ലാ ദിവസവും പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തത് എന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ചില ഭാഗങ്ങൾ ചിലർ വായിച്ചിട്ടുള്ളവരുണ്ടാവും, ചിലർ ഇല്ലാത്തവരുണ്ടാവും. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക വേറൊരു പെർസെപ്ഷൻ ഇതിൽ നിന്ന് നേടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഈ അവസാനത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം. ഇന്നത്തെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മുടെ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ 18 ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തി വന്ന ഇതൊരു യജ്ഞമായിട്ട് തന്നെ നമുക്ക് കരുതാം. ഈ ഒരു മഹായജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. എൻ്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ നമ്മളുടെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ്
ദയവായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചെറിയൊരു ഡിസ്കഷനായിരുന്നു നമ്മളുടെ. ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു അധ്യായവുമായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ നടത്തിയ ഒരു ഡിസ്കഷന്റെ കുറച്ച് ഭാഗങ്ങൾ ആർക്കെങ്കിലും ഒന്ന്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പറഞ്ഞല്ലോ. ചാപ്റ്റർ 17 ശ്രദ്ധാത്മക വിഭാഗയോഗം ഇതായിരുന്നു ഇന്നലത്തെ ക്ലാസ്. അതിൽ കണ്ടീഷണൽ ഫെയ്ത്ത് ടൈപ്സ്, കണ്ടീഷണൽ ഫെയ്ത്ത് സിംറ്റംസ് ലക്ഷണങ്ങൾ, പിന്നെ ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡിഫക്ട്സ് ഇൻ വൺ സാക്രിഫൈസ്, ഓസ്റ്റെറിറ്റി ആൻഡ് ചാരിറ്റി ഇതായിരുന്നു. മനുഷ്യർക്ക് 3 സ്വഭാവമാണ് ഉള്ളത്: സാത്വിക ഗുണം, രാജസ ഗുണം, താമസ ഗുണം. സാത്വിക ഗുണം ഉള്ളവര് ദേവന്മാരെ പൂജിക്കുന്നു, ശാസ്ത്രവിധി പ്രകാരം സത്കർമ്മം ചെയ്യുന്നു, ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഉള്ള മാർഗം തിരയുന്നു. അതെ രാജസന്മാർ യക്ഷരക്ഷസുകളെ പൂജിക്കുന്നു. താമസ ഗുണമുള്ളവര് പ്രേതാത്മാവ്, ഭൂതഗണങ്ങൾ. കേൾക്കണല്ലോ പ്രഭു? ഹലോ, താമസ ഗുണമുള്ളവര് പ്രേതാത്മാവ്, ഭൂതഗണങ്ങളെ പൂജിക്കുന്നു. പിന്നെ അവര് പറയുന്നത് ഫുഡ് ഇൻ 3 മോഡ്സ്, ആഹാരത്തിലും 3 ടൈപ്പ് ഉണ്ട്. സാത്വിക സ്വഭാവമുള്ള മനുഷ്യൻ ദീർഘായുസ് കിട്ടുന്ന ആഹാരവും കേടില്ലാത്തതും ശരീരത്തിന് സുഖം ആഹ്ലാദം കിട്ടുന്ന ആഹാരമാണ് കഴിക്കുന്നത്. അതെ രാജസ സ്വഭാവമുള്ളവര് അധികമായ എരിവും പുളിയും ഉപ്പും ദാഹം ഉണ്ടാകുന്ന ആഹാരം കഴിക്കുന്നു. താമസ ഗുണം ഉള്ളവര് സ്വാദം നഷ്ടമായതും ദുർഗന്ധമുള്ളതും കഴിക്കുന്നു. ഇതാണ് ആഹാരത്തിന്റെ വ്യത്യാസം. പിന്നെ സാക്രിഫൈസ് ഇൻ 3 മോഡ്സ്, ഇതിലും 3 ടൈപ്പ് ഉണ്ട്. ത്യാഗത്തില് കർത്തവ്യം പോലെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ യജ്ഞം ചെയ്യുന്നവനാണ് സാത്വികൻ. അതെ ഫലം ആഗ്രഹിച്ച് അന്യരെ കാണിക്കാൻ വേണ്ടി യജ്ഞം ചെയ്യുന്നവനാണ് രാജസ ഗുണമുള്ളവൻ. ശാസ്ത്രവിധി അനുസരിക്കാതെ, മന്ത്രവിധി ഇല്ലാതെ, ദാനം കൊടുക്കാതെ അശ്രദ്ധയോടെ യജ്ഞം ചെയ്യുന്നവനാണ് താമസ ഗുണം ഉള്ളവൻ. പിന്നെ 3 ടൈപ്സ് ഓഫ് ആസ്റ്ററിറ്റിയും ഉണ്ട്. സാത്വിക ഗുണമുള്ളവൻ വലിയവരെ ആദരിക്കുന്നു, സംഭാഷണം സിമ്പിൾ ആയിരിക്കും, അവർ ജീവിക്കുന്നതും സിമ്പിൾ ആയിരിക്കും. അതെ രാജസ ഗുണമുള്ളവൻ ലോകത്തെ കാണിക്കാൻ വേണ്ടി, ബഹുമാനം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യും. അതെ താമസ ഗുണമുള്ളവനാണെങ്കിൽ ദുരാഗ്രഹം കൊണ്ട് അന്യരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ ചാരിറ്റി ഇൻ 3 മോഡ്സ്, ദാനത്തിലും 3 ടൈപ്പ് ഉണ്ട്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഉചിത സമയത്തിൽ പൂർണ്ണ സമ്മതത്തോടെ അർഹരായവർക്ക് കൊടുക്കുന്നതാണ് സാത്വിക ഗുണമുള്ളവര് ദാനം ചെയ്യുന്നത്. അതേ രാജസ ഗുണമുള്ളവരാണെങ്കിലോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ട് സ്വാർത്ഥ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യും, ദാനം ചെയ്യും. അതേ താമസ ഗുണമുള്ളവരാണെങ്കിലോ പ്രതിഫലത്തിന് വേണ്ടി അനർഹർക്ക്, ആദരം ഇല്ലാത്തവർക്ക് ദാനം കൊടുത്ത് ശരിയായിട്ടുള്ള സമയത്തിൽ ദാനം കൊടുക്കില്ല. അതാണ് അവര് താമസ ഗുണമുള്ളവരാണ് അത് ചെയ്യുക. പിന്നെ ഗുരുജി പറഞ്ഞു ഓം തത് സത്, ഇതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഓം എന്ന പദം ചേർന്നാൽ മാത്രമേ വേദോച്ചാരത്തിൽ മന്ത്രം പൂർണ്ണ ആകുകയുള്ളൂ. അപ്പൊ എല്ലാത്തിലും ഓം എന്ന പദം മുഖ്യമാണ്. പിന്നെ തത് എന്നാൽ പ്രതീക്ഷിക്കാതെ ഫലവിധം ദാനം ചെയ്യുക, ഒരു ഫലവും പ്രതീക്ഷിക്കാതെ. പിന്നെ സത്ത് ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി ചെയ്യേണ്ട, ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗമാണ് സത്ത്, നല്ലത് എന്ന്. പിന്നെ ശ്രദ്ധ കൂടാതെ ചെയ്യുന്ന ഹോമം, ദാനം, എല്ലാ കർമ്മങ്ങളും അസത്താണ്. അസത്ത് കൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഒരു പ്രയോജനവും ഇല്ല, നിഷ്പ്രയോജനമാണ്. പ്രഭു എനിക്കിതാണ് മനസ്സിലായത്. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം മാധി. താങ്ക് യു സോ മച്ച്. വളരെ വിശദമായിട്ട് മാതാജി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ പറഞ്ഞു തന്നു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ.
എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ നമ്മുടെ ഒരു ഇത്തിരി വലിയ ഒരു അധ്യായമാണ്, 78 ശ്ലോകങ്ങളോളമുള്ള ഒരു അധ്യായമാണ്. നമുക്ക് അതിലേക്ക് അധികം സമയം കളയാതെ നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് പുഷ്പമാതാജി. വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ ഒരു റീക്യാപ്പ് തന്നതിൽ വളരെ സന്തോഷം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യായം 18, നമ്മുടെ 18ാമത്തേതും അവസാനത്തേതുമായ അധ്യായവും നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെയോ അവസാനത്തെ ഭാഗമാണിത്. സോ ഈ അധ്യായത്തിന്റെ പേര് എന്ന് പറയുന്നത് സന്യാസത്തിന്റെ പരിപൂർണത, സന്യാസയോഗം അല്ലെങ്കിൽ സന്യാസത്തിന്റെ പരിപൂർണത എന്ന അധ്യായമാണ് ഇതെവിടെ നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. സോ ഈ അധ്യായത്തിൽ മുമ്പ് പറഞ്ഞ പോലെ 78 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇത് നമുക്ക് ഈ ഒരു അധ്യായത്തെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും, അല്ലെങ്കിൽ അതായത് 17 അധ്യായങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം, ഏതാണ്ട് എല്ലാ പോയിന്റുകളും നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഡിസ്കഷന് വരുന്നുണ്ട്. ഇതൊരു കൺക്ലൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സമ്മറി ആയിട്ട് എന്ന രീതിയിലാണ് ഈ ഒരു അധ്യായത്തെ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ത്രിഗുണത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കർമ്മയോഗത്തെ കുറിച്ചിട്ടും ജ്ഞാനയോഗത്തെ കുറിച്ചിട്ടും ഒരു ചെറിയ രീതിയിൽ അഷ്ടാംഗ യോഗത്തിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ ജ്ഞാനം, അതായത് എന്താണ് ഡിസ്കസ് ചെയ്ത, അതായത് എല്ലാ പോയിന്റുകളെ കുറിച്ചിട്ടും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് ഇതില് അർജുനനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാത്തിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ഭഗവത്ഗീത അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അർജുനോട് എങ്ങനെ ഇത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ കർമ്മയോഗത്തിൽ കൂടി എങ്ങനെ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തനാകാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ 13 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി അതായത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടുന്ന 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ വിശദമായിട്ട് പറയുന്നു. അതിൽ നമ്മളുടെ ഭാഗം എന്താണ്, അതാണ് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം. 18 മുതൽ 40 വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ് പ്രകൃതിയുടെ 3 ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച്. അതിനെക്കുറിച്ചിട്ട് ഓരോ പ്രവൃത്തികളിലും ഇതെങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. 41 മുതൽ 48 വരെയുള്ളത് വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥിതി പാലിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ നടത്താം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 56 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്താണ് ഉത്തമമായ ഭക്തി, ഏറ്റവും പരിശുദ്ധമായ ഭക്തി എന്താണ് എന്ന് നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. 67 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് ഇതിന്റെ ഒരു ഫലശ്രുതിയായിട്ട് കാണാം. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ ഒരു കൺക്ലൂഷനാണ്, അത് സഞ്ജയൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തെല്ലാമാണ് ഇത് വായിക്കുന്നത് കൊണ്ട് ഭഗവാൻ സ്വയം പറയുന്നുണ്ട് ഇത് വായിക്കുന്നതിനുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. സോ നമുക്ക് നമ്മുടെ സെഷന്റെ ഡിസ്കഷനിലേക്ക് നമുക്കിന്ന് കടക്കാം. ഹരേ കൃഷ്ണ. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ അധ്യായത്തിന്റെ വിവരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. പുഷ്പമാതജി വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരികയുണ്ടായി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്രോണിം എന്ന് പറയുന്ന അല്ലെങ്കിൽ 18ാമത്തെ അധ്യായം എന്ന് പറയുന്ന ഒരു സമ്മറിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് നമ്മൾക്ക് സ്മൈൽ എന്ന് നമുക്ക് പേര് കൊടുക്കാം. കാരണം ഈ ഒരു സ്മൈൽ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞ് ഇതിന്റെ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സന്തോഷജനകമാണ്. അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ആനന്ദത്തിന്റെ പ്രതീതി നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് ഈ 18ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്മൈൽ എന്ന അക്രോണിം, സമ്മറി ഓഫ് കർമ്മയോഗ, കർമ്മയോഗത്തിന്റെ സമ്മറിയാണ് 1 മുതൽ 12 വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് മോഡ്സ് ഓഫ് നേച്ചർ ആൻഡ് സമ്മറി ഓഫ് ജ്ഞാനയോഗ 13 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ കാണാൻ സാധിക്കുന്നു. ഐഡിയൽ വർക്കർ 41 മുതൽ 54 വരെ ശ്ലോകങ്ങൾ, അത് പ്യൂരിഫിക്കേഷൻ, കർമ്മയോഗത്തിൽ കൂടെയും ജ്ഞാനയോഗത്തിൽ കൂടെയും എങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് 45 മുതൽ 48 വരെയും 49 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഐഡിയൽ വർക്കറിന്റെ സബ് ഡിവിഷനായിട്ട് വരുന്നു. ലവ് ഓഫ് ഗോഡ്, അതാണ് എൽ എന്ന് പറയുന്നത്. ലവ് ഓഫ് ഗോഡ്, ഭഗവാൻ
ഭഗവാനെ നമ്മൾ ഏറ്റവും നമ്മളുടെ പരമമായ ലക്ഷ്യമായിട്ട് നമ്മൾ ഭഗവാനെ കാണേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് 55 മുതൽ 66 ശ്ലോകങ്ങൾ നമുക്ക് കാണുന്നു. പിന്നെ അവസാനം ഈ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻഡിങ് അല്ലെങ്കിൽ ക്ലോസിങ് അബൌട്ട് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ ഒരു ഫലശ്രുതി നമുക്ക് കാണാൻ സാധിക്കും 67 മുതൽ 78 ശ്ലോകം വരെ. നമുക്ക് നോക്കാം എന്താണ് ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ സമ്മറി ഓഫ് കർമ്മയോഗ. നമ്മൾ ആദ്യത്തെ ഏതൊരു സെഷനിലെ ക്ലാസ്സുകളിൽ ഞാൻ പറയുകയുണ്ടായി, ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്. ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുന്നത് മനുഷ്യജന്മത്തിന്റെ മാനുവലായിട്ടാണ് ഭഗവത്ഗീതയെ കരുതുന്നത്. അതിൽ കർമ്മം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. അതിൽ പ്രാധാന്യമാത്രമേ ഉള്ളതാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്തത് എന്ത്, നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 5 വിഷയങ്ങൾ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്ന ഈശ്വര, ജീവ, പ്രകൃതി, കാല, കർമ്മ എന്ന് പറയുന്ന ഈ 5 വിഷയങ്ങളിൽ 4 വിഷയങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഈശ്വരനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ജീവാത്മാവിനെ മാറ്റാൻ സാധിക്കില്ല, പ്രകൃതിയെയും കാലത്തിനെയും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലാണ്. അപ്പൊ കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്ക് അടുത്തത് എന്ത് എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന ഓരോ കർമ്മവും അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മളെ എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ റോൾ എന്താണ് എന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ റോൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ലെസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള അർത്ഥത്തിലല്ല, ബട്ട് വി ആർ ഓൺലി വൺ പോർഷൻ എന്നുള്ള ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയുടെ വീക്ഷണം തന്നെ നമ്മൾ മാറിക്കിട്ടും. ആ വീക്ഷണത്തിൽ കൂടി നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മുക്തി നമുക്ക് നേടാൻ സാധിക്കും. അതിനുള്ള മാർഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ സമ്മറി ഓഫ് കർമ്മയോഗ എന്ന് പറയുന്ന ഒരു ഭാഗം 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇത്. അധ്യായം ആരംഭിക്കുന്നത് അർജുനന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. മിക്കവാറും എല്ലാ അധ്യായവും ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവസാനം ഏതൊരു അധ്യായത്തിനെങ്കിൽ അവസാനം അർജുനൻ ഒരു ചോദ്യം ചോദിക്കും. അതിന്റെ ഉത്തരമായിട്ട് ഭഗവാൻ അടുത്ത അധ്യായം തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു അധ്യായം തുടങ്ങുമ്പോൾ അർജുനൻ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അർജുനൻ ഈ ഒരു അധ്യായത്തിന്റെ ആരംഭത്തിൽ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അർജുനന്റെ ചോദ്യം. എന്താണ് സന്യാസം അല്ലെങ്കിൽ എന്താണ് ത്യാഗം എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷികേശ പൃഥക് കേശിനിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശ്യം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അർജുനൻ ഇവിടെ ഭഗവാനെ 2 പേരുകൾ വിളിക്കുന്നുണ്ട്. ഒന്ന് കേശിയെ വധിച്ചവനെ കേശവ എന്നും അതുപോലെ തന്നെ ഋഷികേശ എന്നും അതുപോലെ മഹാബാഹോ എന്നും വിളിക്കുന്നുണ്ട്, അതിശക്തനായ ഭഗവാനെ. അപ്പൊ ഈ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട 2 പേരുകൾ ഋഷികേശനും അതുപോലെ തന്നെ കേശിയെ വധിച്ചവനും. കേശി എന്ന ശത്രുവിനെ വധിച്ചവനായ ഭഗവാൻ എന്ന പേര് ഇവിടെ വിളിക്കുമ്പോൾ അർജുനോട് പറയുന്നത്, എന്റെ ശത്രുവായ ഈ അജ്ഞതയെ നശിപ്പിച്ചു തന്നാലും എന്ന്, അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള ഈ സംശയത്തിനെ ദൂരീകരിച്ചു തന്നാലും എന്ന് ഇവിടെ അർത്ഥമാക്കുകയാണ്. ചോദിക്കുന്നത് സന്യാസസ്യ മഹാബാഹോ തത്വം ഇച്ഛാമി വേദിതും. എനിക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഭഗവാനെ. എന്നതിനെ കുറിച്ച് സന്യാസത്തിന്റെ ഉദ്ദേശം എന്ത്, ത്യാഗത്തിന്റെ ഉദ്ദേശം എന്ത്, ഇതറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ കർമ്മത്തിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ കൃഷ്ണ ഡിഫൈൻസ് സന്യാസ ആൻഡ് ത്യാഗം. എന്താണ് സന്യാസം എന്നും എന്താണ് ത്യാഗം എന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആദ്യം ശ്രീ ഭഗവാൻ ഉവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. ഇത് 2 പ്രവൃത്തികൾ 2 രീതിയിൽ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ്? ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. ഒരു സന്യാസി എന്ന വ്യക്തി ഒരു കാവ്യ വസ്ത്രം ഉടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണെങ്കിൽ ആ ആള്
ഭൗതികപരമായ തരത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക വാഞ്ഛകൾ, ഭൗതികപരമായ ആഗ്രഹങ്ങളുള്ള എല്ലാ കാര്യങ്ങളും ത്യജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ത്യാഗം എന്ന് പറഞ്ഞാൽ സർവകർമ്മഫലത്യാഗം പ്രാപുസ്ത്യം, അതായത് എല്ലാത്തിൻ്റെയും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തെ ത്യജിക്കുകയാണ്. അങ്ങനെ ത്യജിക്കുകയാണ് എങ്കിൽ അതിനെ ത്യാഗം എന്ന് പറയും. ഇത് രണ്ടിന്റെയും റിസൾട്ട് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്ക് നമ്മളുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിലെ ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അംബരീഷ് ദാസ് പ്രഭു. അംബരീഷ് ദാസ് പ്രഭു എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അംബരീഷ് ദാസ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ തീർച്ചയായും അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അതിശയം ഉണ്ടാകും. അദ്ദേഹം മറ്റാരുമല്ല, ആൽഫ്രഡ് ഫോർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, അല്ലെങ്കിൽ കർമ്മി നെയിം എന്ന് പറയുന്നത് ആൽഫ്രഡ് ഫോർഡ് എന്നാണ്. ആൽഫ്രഡ് ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർഡ് എന്ന പേര് കേൾക്കുമ്പോഴേ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകും ആരാണ് ഈ ആൽഫ്രഡ് അല്ലെങ്കിൽ ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ. ഈ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. ഫോർഡ് എന്ന കമ്പനി എന്ന് പറയുന്നത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കാർ സെയിൽസ് കമ്പനി ആയിരുന്ന ഒരു കമ്പനിയാണ്. എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ഇദ്ദേഹമാണ് ആൽഫ്രഡ് ഫോർഡ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഫോർഡ് എന്ന കമ്പനിയുടെ ഇന്നത്തെ ഉടമസ്ഥന്മാരിൽ ഒരുവനാണ്. അദ്ദേഹം ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് കാണാൻ വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുണ്ട് അദ്ദേഹം നിൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രതിച്ഛായയുണ്ട്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു ഐഡന്റിറ്റിയിൽ കൂടിയാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഞാൻ ആ ഫോട്ടോ കൊണ്ടൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഉത്സവം. നോക്കുക, ഇദ്ദേഹം ശ്രീല പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് അംബരീഷ് ദാസ് പ്രഭു എന്നാണ്. ആൽഫ്രഡ് ഫോർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അറിയപ്പെടുന്ന പേര് ആൽഫ്രഡ് ഫോർഡ് എന്നാണ് ഇസ്കോണില്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഹെൻറി ഫോർഡും ഈ ആൽഫ്രഡ് ഫോർഡും ഇവർ രണ്ടുപേരും കൂടെയാണ് ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് പോയത്. അങ്ങനെ ശ്രീല പ്രഭുപാദിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൽഫ്രഡ് ഫോർഡ് പ്രഭുപാദിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആകർഷിതനാകുകയും അദ്ദേഹം ഇതില് പൂർണ്ണമായും ചേരാൻ ആഗ്രഹിച്ച് അങ്ങനെ ഇതിൽ പൂർണ്ണമായി ചേരുകയാണ് ചെയ്തത്. ഈ കുറച്ചു കാലങ്ങൾക്ക് മുൻപ്, അതായത് 5-8 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇസ്കോണിലുള്ള ഉണ്ടായിരുന്ന മറ്റൊരു പ്രഭു, ഏകലവ്യ പ്രഭു എന്ന് പറയുന്ന പ്രഭു ഈ ആൽഫ്രഡ് ഫോർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് പോകാനിടയായി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഈ ധോത്തിയും കുർത്തയും ഒക്കെ ഇട്ട് ഭാരതീയ വേഷത്തിൽ തിലകവും അണിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഓഫീസ് കാര്യങ്ങൾക്ക് അദ്ദേഹം വെളിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. ആ ഏകലവ്യ പ്രഭു അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത്രയും ധനികനായ അങ്ങേക്ക് എങ്ങനെ ഇത്ര എളിമയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നു? അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ മനോഹരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഈ ജന്മം എനിക്ക് ഈ ഒരു കുടുംബത്തിൽ അംഗമാകാനും അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ അംഗങ്ങളുമായിട്ട് കൂടെ ജീവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 60-70 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നേക്കാം. പക്ഷെ ഈ ഇത്രയും കാലയളവിൽ ഞാനിവിടെ ജീവിച്ചിരുന്നു കഴിഞ്ഞു. ഇതിന് ശേഷം ഞാൻ അടുത്ത ജന്മം വേറെ ഏതോ ഒരു കുടുംബത്തിലായിരിക്കാം. ഒരുപക്ഷെ പാവപ്പെട്ടവനായിട്ടോ, ഒരുപക്ഷെ ഇടത്തരത്തിലുള്ളവനായിട്ടോ ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യോനിയിലുമായിരിക്കാം ജനിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുറച്ചു കാലത്തേക്ക് മാത്രം ഈ ഒരു കുടുംബത്തിൽ അംഗമായി ഞാൻ ജീവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ജീവിക്കുന്നതിൽ ഞാൻ എന്ത് അഹംഭാവിക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, ഇപ്പോ ഇവിടെ പറഞ്ഞ രണ്ട് കൺസെപ്റ്റ്, ഒന്ന് സന്യാസം, ഒന്ന് ത്യാഗം. ഈ അംബരീഷ് പ്രഭു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൽഫ്രഡ് ഫോർഡ് എന്ന് പറയുന്ന അദ്ദേഹം, നിങ്ങൾ ഒരു പക്ഷേ ചിലവർക്കെങ്കിലും അറിയാവുന്ന ഒരു വസ്തുതയായിരിക്കും, ഇസ്കോണിന്റെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്ന സമിതിയുടെ
ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന മായാപ്പൂർ എന്ന കൽക്കട്ടയ്ക്ക് അടുത്തുള്ള കൽക്കട്ടയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എത്താവുന്ന സ്ഥലമായ മായാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതാണ്. ആ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിന്റെ ഏതാണ്ട് 50% എമൗണ്ട് ഇദ്ദേഹമാണ് കൊടുക്കുന്നത്. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും വലിയ എമൗണ്ട് ആണ്. അതായത് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് ഇപ്പൊ ഏതാണ്ട് 1200 കോടി രൂപ കഴിഞ്ഞു. 1200 കോടി രൂപയോളം ഇപ്പോൾ അതിന്റെ കോസ്റ്റ് കഴിഞ്ഞു, മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത്രയും കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. 2027 അതിന് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അപ്പൊ അതിന്റെ 50% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500 കോടി രൂപയിൽ കൂടുതൽ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 കൺസെപ്റ്റിൽ വെച്ച് നോക്കിയാൽ ഭൗതികപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതികപരമായ ആഗ്രഹങ്ങൾക്ക് ഉതകുന്നതായ ആഗ്രഹങ്ങൾ ത്യജിക്കുന്നതാണോ നല്ലത്, അതോ ഈ പറഞ്ഞതുപോലെ ഫലത്തെ ത്യജിക്കുന്നതായിരിക്കുമോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറയും ആൽഫ്രഡ് ഫോർഡ് എന്ന് പറയുന്ന വ്യക്തി സന്യാസം സ്വീകരിച്ച് ഈ ആക്ടിവിറ്റി എല്ലാം നിർത്തി അദ്ദേഹം പോയി ഒരു സന്യാസം സ്വീകരിച്ചുകൊണ്ട് കാവ്യ വസ്ത്രവും ഉടുത്ത് ഇസ്കോണിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ടെമ്പിൾ പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിൽക്കുന്നതായിരുന്നോ നല്ലത്, അതോ ഇപ്പോൾ ഈ നടത്തിയ ഈ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഏറ്റവും മഹത്വം? തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്ത് പറയുന്നു? ഏതിന് നമുക്ക് കൂടുതൽ മഹത്വം നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഏതിനാണ്? ഹരേഷ്ണ പ്രഭുജി രണ്ടാമത്തതല്ലേ പ്രഭുജി? രണ്ടാമത്തേതാണ്. യെസ്, കറക്റ്റ്. രണ്ടാമത് പറഞ്ഞ കാര്യം. കാരണം ആ ഫലത്തെ ത്യജിച്ച് ആ ഫലം ഭഗവാന്റെ സേവനത്തിനായി ഉപയോഗിക്കുന്നു. ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിലും പല പ്രദേശങ്ങളിലും ഇസ്കോൺ ആരംഭിച്ച സമയത്ത് ഒരു ജയാനന്ദ പ്രഭു എന്ന് പറഞ്ഞൊരു പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ടെമ്പിളിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ടെമ്പിൾ നടത്താനുള്ള പൈസ ഇല്ല. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ മുഴുവൻ അദ്ദേഹം ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായി അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഹിസോളിന് ജയപതാക സ്വാമി ഗുരു മഹാരാജ് അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ പോയി അദ്ദേഹം ജോലി ചെയ്ത് അതിൽ കിട്ടിയ പൈസ അദ്ദേഹം ഭഗവത് സേവനത്തിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അദ്ദേഹവും ഒരു ടെമ്പിൾ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച സമയത്ത് അംബരീഷ് പ്രഭുവിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ കംപ്ലീറ്റ് പ്രതിഫലം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടിയ ഒരു ഭൂരിഭാഗം എമൗണ്ടും അദ്ദേഹം ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. സോ നമുക്കിതിനെ രണ്ടിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടിനും തീർച്ചയായിട്ടും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സന്യാസം എന്ന് പറയുന്നത് വേണ്ട എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ ഭക്തി വിനോദ് ഠാക്കൂർ എന്ന് പറയുന്ന അദ്ദേഹം ആചാര്യൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവും ഭഗവാന്റെ സേവനത്തിനായി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ യുക്തവൈരാഗ്യം എന്ന് പറയപ്പെടാം. അതുപോലെ തന്നെ അതാണ് യഥാർത്ഥ സന്യാസം അല്ലെങ്കിൽ യഥാർത്ഥ ത്യാഗം എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. സോ ഇതിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫലത്യാഗം എന്ന് പറയുന്നത് ഈസ് മച്ച് ഇമ്പോർട്ടൻസ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അർജുനൻ എന്ന് പറയുന്ന വ്യക്തി, അർജുനന് യുദ്ധം ചെയ്യണ്ട എന്നുള്ള ആഗ്രഹമായിരുന്നു. അവിടെ അർജുനൻ യുദ്ധം ചെയ്തു എങ്കിൽ പോലും അതിന്റെ ഫലം മുഴുവൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവത് ഇച്ഛ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട് അതിന്റെ ഗുണവും അതിന്റെ ഫലവും എല്ലാം അർജുനന് അനുഭവിക്കാൻ സാധിച്ചുവെങ്കിലും അതിന്റെ ശ്രേയസ്സും അർജുനൻ സാധിച്ചുവെങ്കിലും അതിന്റെ യാതൊരു വിധമായ ഈ കൊലപാതകം ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തതിന്റെ യാതൊരു വിധമായ പാപഫലങ്ങളും അർജുനനെ ഏൽക്കുന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ പ്രസിദ്ധനായ നമ്മുടെ ഭാരതത്തിലെ ഒരു വ്യക്തിയാണ് ഛത്രപതി ശിവജി എന്ന് പറയുന്ന വ്യക്തി. ഛത്രപതി ശിവജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തുക്കാറാം എന്ന് പറയുന്ന സന്ത മഹാജൻ അവിടെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന വിഠല എന്ന് പറയുന്ന ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തന്മാരിൽ ഒരുവനാണ് തുക്കാറാം. ആ തുക്കാറാമിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് അങ്ങയിൽ നിന്ന് അങ്ങയുടെ പാത പിന്തുടർന്ന് സന്യാസം സ്വീകരിച്ച് ഭഗവത് സേവനം ചെയ്യുന്നതിനാണ് എനിക്ക് ആഗ്രഹം ശിവാജി മഹാരാജ്
തുക്കാറാമിനോട് പ്രകടിപ്പിച്ചപ്പോൾ തുക്കാറാം പറഞ്ഞു, ഇല്ല, നിന്റെ കർത്തവ്യം ക്ഷത്രിയ ധർമ്മമാണ് നിന്റെ കർത്തവ്യം. നിനക്ക് അതിന് കഴിവുള്ള ഒരുവനാണ് നീ അതുകൊണ്ട് നീ ഭഗവത് സേവനത്തിന്റെ രൂപേണ നീ രാഷ്ട്രത്തെ സേവിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അയക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഭാരതത്തിൽ നോക്കിയാൽ ദാർശനികരായിട്ടുള്ള ധാരാളം ആൾക്കാര് ഇതുപോലെയുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്റെ സേവനം അനുഷ്ഠിച്ചവരാണ്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാന് വേണ്ടി, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തി ആണ് കർമ്മയോഗം. അല്ലാതെ കർമ്മത്തെ ത്യജിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ത്യജിക്കുന്നതിലല്ല അതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്, അതിന്റെ ഫലത്തെ ത്യജിക്കുന്നതിലാണ്. അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ ഭഗവാന്റെ സേവനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന നിലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫലം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ സെക്കൻഡ് സെഷനിലല്ല, ഇതേ സെഷനിൽ തന്നെ നമ്മളിപ്പം സമ്മറി നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ രണ്ടാമത്തെ ഭാഗം പഠിപ്പിച്ച ഭാഗത്ത് കർമ്മം പ്രവർത്തനത്തിന്റെ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് പ്രവർത്തനത്തിന് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. സോ മൂന്നാമത്തെ ശ്ലോകത്തിൽ എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. സോ എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരമാണ്. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും ദോഷകരമാണ്. അതൊരു പക്ഷെ നല്ല കാര്യം തന്നെ ആയിരിക്കാം, അത് നല്ല കാര്യം തന്നെയാണ് എങ്കിൽ പോലും അത് നമുക്ക് ദോഷകരമായി ഭവിക്കുന്നത് കാരണം അടുത്തൊരു ജന്മം ലഭിക്കാനുള്ള കാരണഭൂതനാകുന്നത് കൊണ്ടാണ് നമുക്കത് ദോഷകരമായിട്ട് വരുന്നത്. എന്നാൽ അതിന്റെ ഫലത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് നമുക്ക് ഇല്ലാതാകുന്നു. So that's very important. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രതികീർത്തിത. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷ വ്യാഘ്രമേ, ത്യാഗം 3 വിധമാണെന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ത്യാഗം എന്ന് പറയുന്നതിന് 3 വിധത്തിലുണ്ട്. ഇത് നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ ശ്ലോകം വായിക്കുന്നില്ല, കുറച്ച് സമയം നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്ത് നമുക്ക് 78 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കുകയാണ്. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണ് അവ 3. ഷെയർ മൈ സ്ക്രീൻ ഓൾസോ. കാമ്യകർമ്മം എന്ന് പറയുന്നത് ഇവിടെ സന്യാസവും ത്യാഗവും എന്നതിനെ കുറിച്ച് ഡെഫിനേഷൻ നമ്മൾ ആ രണ്ട് തരത്തിലുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു. എന്താണ് നിത്യകർമ്മം, കാമ്യകർമ്മം എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ ഭഗവാന്റെ അഭിപ്രായം പറയുക 2 ഒപ്പീനിയൻസ് അബൌട്ട് ത്യാഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അതിനെ കുറിച്ചിട്ട് എന്താണ് അതിന്റെ ഫലത്തെ ത്യജിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ റിനൻസിയേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. എന്താണ് ത്യാഗം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ അതാണ് അതിൽ പറയുന്നതാണ് നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. അതിന് മുമ്പുള്ളത് ആസക്തിയോ ഫലേദ്ദേശ്യമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. കർത്തവ്യ നിർവഹണം എന്ന രീതിയിൽ വേണം നമ്മൾ, ആസക്തിയോ ഫലോദ്ദേശ്യമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ഈ കർമ്മങ്ങൾ. അതാണ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിൽ ഉള്ളതാണ്. ഒരു മെച്യൂർഡ് സ്റ്റേജിലാകാതെ, ഒരു മെച്യൂരിറ്റി ആകാതെ നമുക്ക് ഒരിക്കലും ത്യാഗം അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു കപ്പിള് കല്യാണം കഴിച്ച് 25 വയസ്സ് മറ്റുള്ളൂ, 25 വയസ്സ് മറ്റുള്ള ഭർത്താവിന്, ഭാര്യയ്ക്ക് അതിനേക്കാൾ 2-3 വയസ്സ് ഇളയത്. അവര് ഇസ്കോണിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ല, കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാനതുകൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഇസ്കോണിൽ വന്ന് ചേരാൻ, ടെമ്പിളിൽ വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് നിന്ന് ഭാര്യ ഒരൊറ്റ കരച്ചിലാ കരഞ്ഞത്. സോ ദാറ്റ് ഇസ് നോട്ട് എ മെച്യൂർഡ് ഡിസിഷൻ. നമുക്ക് ഒരിക്കലും ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് സന്തുഷ്ടരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. എത്ര നല്ല ജോലിയാണെന്ന് പറഞ്ഞാലും ഐ വാണ്ട് ഒന്ന് ബെറ്റർ വേണം,
അല്ലെങ്കിൽ നമ്മൾ മൊണോട്ടണസ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് അധികം താല്പര്യമില്ല. ഈ ലോകത്തിൽ ഒരാൾ പോലും 100% സാറ്റിസ്ഫാക്ഷനോടുകൂടി അല്ലെങ്കിൽ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി പോയി ജോലി ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോകാനായിട്ട് നോക്കി നിൽക്കുന്നവരാണ് എല്ലാ ജീവനക്കാരും. അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡെഡിക്കേഷൻ നമ്മൾ കാണിക്കണം. പക്ഷെ അതിനോടുള്ള ആസക്തി കാണിക്കാതെ ഭഗവത് സേവനമായിട്ട് അതൊരു കർത്തവ്യം എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുകയും എന്നാൽ അതിനോട് അൺഅറ്റാച്ച്ഡ് ആയിട്ട് അതിനോട് ആസക്തി കൂടാതെ നമ്മൾ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫലത്തെ ഭഗവാന് വേണ്ടി അർപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ. അപ്പൊ അങ്ങനെ സ്ലോലി നമ്മൾ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹീസ് അലൗഡ് ടു വർക്ക്. അദ്ദേഹം ജോലി ചെയ്യാൻ അദ്ദേഹം പെർമിറ്റഡ് ആണ്. ഒരു ബ്രഹ്മചാരിയെ സംബന്ധിച്ച് ഒരു സന്യാസിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള സംഘം അവരോട് അകന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകളുമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ പാടില്ല. ഐ ഹാവ് എ വെരി വെരി പേഴ്സണൽ റിയലൈസേഷൻ ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി ഇൻ ഇസ്കോൺ. അദ്ദേഹം എന്റെ ടീച്ചറാണ്. അദ്ദേഹം എന്നെ 1-2 കോഴ്സുകൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ വളരെ നല്ലൊരു സീനിയർ ഡിവോട്ടി, വളരെ നല്ല ഭക്തനാണ്. അദ്ദേഹത്തെ മായാപ്പൂർ വെച്ച് ഒരു പ്രാവശ്യം കാണാനിടയായ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാതാജി തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈസ് എ ബ്രഹ്മചാരി, ഒരു സാഫ്രൻ കാവ്യ വസ്ത്രം കൊടുത്ത ബ്രഹ്മചാരിയാണ്. സന്യാസമായിട്ടില്ല, പക്ഷെ ബ്രഹ്മചാരിയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന് മനസ്സിലായി ആ മാതാജി എന്തോ ചോദ്യം ചോദിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേഴ്സണലി ഡിസ്കസിങ് സംതിങ്. അപ്പൊ പറഞ്ഞു, പ്രഭു എക്സ്ക്യൂസ് മീ പ്രഭു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, മാതാജി ആർ യു വെയിറ്റിംഗ് ഫോർ മീ? എന്നോട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ മാതാജി എന്ന് ചോദിക്കാൻ പറഞ്ഞു. യെസ് പ്രഭു, എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഓ അത് യു ക്യാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് പ്രഭു ആ മാതാജിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ കൂടെ കൂടെ കൊണ്ടുപോയി. ഐ റിയലി ഫെൽ സോ അമേസ്ഡ്. കാരണം വളരെ ഒരു എന്താ പറയാ, ഇതാണ് യഥാർത്ഥ ബ്രഹ്മചര്യ. ഒരു സ്ത്രീയുമായി ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ പാടില്ല. മേ ബി ഹി ഡസന്റ് ഹാവ് എനി റോങ് ഇന്റൻഷൻ. ആ പ്രഭുവിന് ഒരു തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് സമൂഹം, ഒന്ന് ഒരു മാതാജിയുമായിട്ടുള്ള സത്സംഗം എന്ന് പറയുന്നത്. ചില പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒരു സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് ഫയറും ബട്ടറും പോലെയാണ്, വെണ്ണയും തീയും പോലെയാണ്. തീയും വെണ്ണയും കൂടെ ഒരിക്കലും ഒരുമിച്ചിരിക്കാൻ സാധിക്കത്തില്ല. വെണ്ണ മെൽറ്റായി പോകും. സോ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആ ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ്, കൺട്രോൾ ഇൻ ദ സെൻസ് ആ നിയമം പാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് ആ മാതാജി അടുത്തേക്ക് പോയി ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം മറ്റു പല ബ്രഹ്മചാരികളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേ ഡോണ്ട് ഫോളോ ഇറ്റ് പ്രോപ്പർലി. സോ ആ ഒരു രീതിയിൽ അതല്ല. അപ്പം അവിടെ പറയുന്നത് നിയമങ്ങൾ പ്രോപ്പറായിട്ട് അപ്പൊ ഒരു ഇമ്മെച്വേർഡ് ത്യാഗമാകരുത്. ഈവൻ സന്യാസമാണെങ്കിലും ഫലത്യാഗം എന്ന് പറഞ്ഞാലും ആ ഒരു ഇമ്മെച്വേർഡ് ആകരുത്. നമ്മളൊരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിയിട്ട് വേണം അതിനൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ. അപ്പൊ അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുകയില്ല. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. നമുക്ക് ഇതിലൂടെ മിക്സ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടരുത്. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി. നമ്മളൊരു കർമ്മം നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി എന്ന രീതിയിൽ അത് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഈസി ആയിട്ട് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വാക്കാണ് നമുക്ക് എസ്കേപ്പിസം എന്ന് പറയുന്നത്. എസ്കേപ്പിസം പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം. ആ ഒളിച്ചോട്ടമല്ല ത്യാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രോപ്പർ മെച്യൂർഡ് സ്റ്റേജിൽ നമ്മൾ ത്യജിക്കാനുള്ള കംപ്ലീറ്റ് മെന്റാലിറ്റിയോട് കൂടി നമ്മൾ ത്യജിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഫലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. സോ അടുത്തതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 9ാമത്തെ ശ്ലോകത്തില് പറയുന്നു, ഹേ അർജുന, ഭൗതിക സംഘരഹിതനായും ഫലമുദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അതാണ് ഒരു യഥാർത്ഥ സാത്വിക ധർമ്മം എന്ന്, അല്ലെങ്കിൽ സാത്വികപരമായ ത്യാഗം എന്നുകൊണ്ട് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ അംബരീഷ് പ്രഭുവിന്റെ കാര്യം പറഞ്ഞത് ദാറ്റ്സ് കോൾഡ് റിയൽ റിനൗൺസിയേഷൻ, അല്ലെങ്കിൽ ത്യാഗം എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അത് വളരെ പ്രോപ്പറായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു.
നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ഛിന്ന സംശയ. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ കർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. സോ നല്ലത് കർമ്മമെന്നോ ചീത്ത കർമ്മമെന്നോ അദ്ദേഹത്തിന് ആസക്തി ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം ആ ഫലം മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഫലത്തെ അദ്ദേഹം ത്യജിച്ചു. സോ ഇത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ലെറ്റ് ദ ലോർഡ് ടേക്ക് ഇറ്റ്. കുരുക്ഷേത്ര ഭൂമിയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ യുദ്ധം ചെയ്ത സ്ഥലമാണ്. അവിടെ യുദ്ധം ചെയ്ത സ്ഥലത്തില് അർജുനന്റെ ഓരോ അമ്പ് ചെന്ന് ഓരോരുത്തരുടെ ശരീരത്തിൽ കൊണ്ട് ചെല്ലുമ്പോഴും അവര് കർമ്മം കംപ്ലീറ്റ് അവരുടെ കത്തി ജ്വലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ഓരോ അമ്പും ഭഗവാന്റെ നിർദ്ദേശാനുസരണം പോയി കൊള്ളുന്നതാണ്. ഭഗവാന്റെ നിർദ്ദേശാനുസരണം പോയി അവരുടെ ശരീരത്തിൽ കൊള്ളുന്ന അമ്പുകൾ കാരണം അവരുടെ കർമ്മത്തിൽ നിന്ന് മുക്തരാക്കുകയും, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത യോദ്ധാക്കളാണ് എങ്കിൽ അവര് ഭഗവാന്റെ ആ സുന്ദരമായ രൂപം കണ്ടുകൊണ്ട് ശരീരം ത്യജിക്കുമ്പോൾ അവര് പരമമായ ധാമത്തിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു നഷ്ടമോ ലാഭമോ എന്നുള്ള അവിടെ കൺസെപ്റ്റേ വരുന്നില്ല. ദേ വിൽ ഓൾവേസ് അറ്റൈൻ ദ ബെസ്റ്റ്. ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നിന്ന് നമുക്ക് ചെല്ലാൻ സാധിക്കും. സോ അവിടെ അതാണ് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിന്റെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അവിടെ ആ നല്ലതെന്നോ ചീത്തയെന്നോ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലോർഡ്, ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ധാരാളം കണ്ടു. ഇപ്പൊ ഓരോ വിശിഷ്ടരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടു. അവരെങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ, ഓരോ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാന് വേണ്ടി ഫലം ത്യജിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. സോ ഇവിടെ ശിലപ്രഭുപാദ് പറഞ്ഞ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് 11ാമത്തെ ശ്ലോകത്തിന്റെ ഇപ്പൊ നമ്മൾ വായിച്ചതിന്റെ. അതിനകത്ത് ശിലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറഞ്ഞതാണ്. ഞാനത് വായിക്കാം. മലയാളത്തില് എന്റെ ഭാവാർത്ഥം ഒന്ന് കേട്ടു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർമ്മം എന്നത് ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ലെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുകയും കർമ്മഫലങ്ങളെ ആസ്വദിക്കാതിരിക്കുകയും ഫലങ്ങളെ എല്ലാം ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നതിനത്രേ യഥാർത്ഥ ത്യാഗി. അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിലെ പല അംഗങ്ങളും ഓഫീസുകളിലും ഫാക്ടറികളിലും മറ്റും കഠിനമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നേടുന്ന ധനം അത്രയും അവർ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇത്തരം വിശിഷ്ട ആത്മാക്കളാണ് യഥാർത്ഥ സന്യാസി വര്യന്മാർ. കർമ്മഫലങ്ങളെ ത്യജിക്കേണ്ടത് എങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ഇതാണ് ശിലപ്രഭുപാദ് സൃഷ്ടിച്ച ഇസ്കോൺ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയിലെ ഓരോ അംഗങ്ങളുടെയും മഹത്വം. അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഫാക്ടറികളിലും പല സ്ഥലങ്ങളിലും മുമ്പ് പറഞ്ഞ പോലെ ടാക്സി ഡ്രൈവറായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു. പക്ഷെ ആ എന്ത് ഫലം അവർക്ക് കിട്ടുന്നോ അതൊരു ഭഗവാന്റെ സേവനത്തിനായി അവർ ഉപയോഗിക്കുകയാണ്. അവരാണ് യഥാർത്ഥ സന്യാസി എന്നാണ് ശിലപ്രഭുപാദ് ഇവിടെ പറയുന്നത്. അടുത്തത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭഗവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. സോ ഫലങ്ങളെ ത്യജിക്കാത്ത ഒരുവനാണ് എങ്കിൽ അനിഷ്ടം, ഇഷ്ടം, മിശ്രം. എന്താണ് അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും, ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചു നാളൊക്കെ വളരെ മധുരകരമായ നല്ല എല്ലാം ഇഷ്ടാനുസരണം കാര്യങ്ങളൊക്കെ നടക്കും. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും പോകും, കുഴപ്പമില്ല. 1 വർഷം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അനിഷ്ടങ്ങൾ വന്നു തുടങ്ങും. പിന്നെ പറയും ആദ്യം വളരെ സോ ബ്യൂട്ടിഫുൾ, ഇതാണെന്ന് പറഞ്ഞ വളരെ മനോഹരമായിട്ട് ജീവിതം പോകും. 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും ഇതെന്താണ്, ഇതാണ്. പിന്നെ അനിഷ്ടങ്ങൾ ഉണ്ടാവും. ചില സമയങ്ങളിൽ മിശ്രമായിരിക്കാം. രാവിലെ ഇഷ്ടമായിരിക്കാം, ഉച്ച കഴിയുമ്പോഴത്തേക്ക്, രാത്രി ആകുമ്പോഴത്തേക്ക് ദേഷ്യമായിരിക്കാം. ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ 3 കാര്യങ്ങളും കൊണ്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. It is practically impossible to give up all activity. Therefore, true renunciation is to perform only religious duties without attachment to their fruits.
12ാമത്തെ ശ്ലോകത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നു, although various good and bad reactions result from religious duties, one who works without desire for these fruits is not subject to them. He becomes liberated from all reactions. ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും അതിന്റെ ഫലത്തിനോട് ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കാം എന്താണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് വരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് കാണാൻ പോകുന്നു മോഡ്സ് ഓഫ് നേച്ചർ, അതായത് ഇറ്റ് കംസ് ടു മോഡ്സ് ഓഫ് നേച്ചർ ആൻഡ് സമ്മറി ഓഫ് ജ്ഞാനയോഗ. 13 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ്. സോ യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം 4 തരത്തിലുള്ള ജ്ഞാനികളുണ്ട്. ചോദ്യം ഇൻ ദ സെൻസ് ഭഗവാൻ ഇത് പറയാൻ കാരണം, ഭഗവാൻ ഓൾ ഓഫ് എ സഡൻ ഈ ഒരു സബ്ജക്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്താണ് ഈ 4 തരത്തിലുള്ള ജ്ഞാനികൾ എന്ന് പറയുന്നത്? ചില ആൾക്കാരുണ്ട്, ദേ ഡോണ്ട് പ്രാക്ടീസ് ഭക്തി പ്രാക്ടീസ് ചെയ്യാത്ത ജ്ഞാനികൾ. ചില ആൾക്കാരുണ്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യും ബട്ട് ഒഫൻഡ് ലോർഡ്സ് ഫോം, അതായത് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെ അവർ അംഗീകരിക്കില്ല, അവ്യക്തിഗത രൂപമായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ബോത്ത് ദീസ് ഫോൾ ബാക്ക്. ഇത് രണ്ടുപേരും പോരായ്മകളുള്ളവരാണ്. അടുത്തത് എന്താണ്? പ്രാക്ടീസ് ഭക്തി ടു അറ്റൈൻ സായുജ്യ. ബ്രഹ്മവാദീസ് ആണ്. പ്രാക്ടീസ് ഭക്തി ആൻഡ് ബൈ ഡിവോട്ടി അസോസിയേഷൻ അറ്റൈൻ പ്രേമ. ഈ ഒരു ഭാഗത്തിലേക്ക്, ഈ ഒരു 4 കാറ്റഗറിയിൽ വരുന്ന ജ്ഞാനികൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ 13ഉം 14ഉം ശ്ലോകം the 5 causes of an action according to the വേദാന്ത ശാസ്ത്രപ്രകാരം എന്താണ് ഈ 14 ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ 5 പ്രവൃത്തിക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. മഹാനുഭാവുവായ അർജുന, വേദാന്ത പ്രമാണമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം, എന്നിൽ നിന്ന് പഠിക്കൂ. സോ 5 കാരണങ്ങളുണ്ട് ഒരു പ്രവൃത്തികൾക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് പൃഥം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്മപഞ്ചമം. സോ 5 പ്രവൃത്തി സ്ഥാനങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ കാരണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണ്. ശരി, ആരൊക്കെയാണ്? അധിഷ്ഠാനം, അതായത് ശരീരം. കർമ്മം ചെയ്യുന്ന ആൾ, അതായത് കരണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ. നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. അധിഷ്ഠാനം ദ പ്ലേസ്, കർത്ത ദ ഡുവർ, കരണ ദ സെൻസസ്, ചേഷ്ട എഫേർട്ട് എക്സേർട്ടഡ്, ദൈവി സാങ്ഷൻ ഓഫ് ഗോഡ് ഓർ ഡെസ്റ്റിനി. ഏതൊരു പ്രവൃത്തി നടക്കണമെങ്കിലും ഈ 5 കാര്യങ്ങൾ കൂടാതെ നമുക്ക് നടത്താൻ സാധിക്കത്തില്ല. അപ്പൊ ഈ 5 കാര്യങ്ങൾ കൂടെ വരുമ്പോൾ നമ്മൾ ഈ പ്രവൃത്തി നടക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും ഇത് ഞാനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന്? ഈ 5-ൽ 1 മാത്രമാണ് ഞാൻ, ദ ഡുവർ, കർത്ത. അധിഷ്ഠാനമുണ്ട്, കരണയുണ്ട്, ചേഷ്ടയുണ്ട്, ദൈവിയുണ്ട്. മറ്റ് 4 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു പ്രവൃത്തി നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ ഈ ദ ഡുവർ അല്ലെങ്കിൽ കർത്ത എന്ന് പറയുന്ന ഈ ഒരേ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എങ്കിൽ, ഞാനാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു പ്രവൃത്തി ചെയ്താലും നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. യെസ്, വി ആർ ദ ഡുവർ. നമ്മളും പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു ഭാഗമാണ്. അതിന് പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യമാണ് വി ആർ ഡിപ്പെൻഡന്റ് ഡുവർ. ആശ്രിത പ്രവൃത്തി ചെയ്യുന്നവനാണ്. മറ്റു പല കാര്യങ്ങളുമായിട്ടുള്ള ആശ്രയിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്ഥാനം. നമ്മൾ ഇൻഡിപെൻഡന്റ് ഡൂവർ ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് കർമ്മത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. കർത്താവ് നമ്മളാണ് എങ്കിൽ അതിന്റെ ഭോക്താവും നമ്മളായിരിക്കണം. അപ്പൊ നമ്മളല്ല യഥാർത്ഥ കർത്താവ് എന്ന് നമുക്ക് ഈ ഒറ്റ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? വി ആർ നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ഡൂവർ, വി ആർ ഓൾവേസ് എ ഡിപ്പെൻഡന്റ് ഡൂവർ.
ഈ അധിഷ്ഠാനം, കർണ, ചേഷ്ട, ദേവി എന്ന് പറയുന്ന മറ്റ് 4 ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അഞ്ചെണ്ണങ്ങളിൽ ഒരുവൻ മാത്രമാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണ്, എങ്ങനെയാണ് പ്രവൃത്തി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കംപ്ലീറ്റ് പെർസെപ്ഷനെ നമ്മൾ മാറുന്നു. പലപ്പോഴും പറയാനുള്ള ഒരു എക്സാമ്പിൾ ആണ്, വീട്ടിലൊരു ദിവസം ഒരു അവിയൽ വെച്ച് കഴിഞ്ഞാൽ അതിലിടുന്ന ചേനയും വെള്ളരിക്കയും പടവലങ്ങയും മുരിങ്ങിക്കയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പച്ചമുളകും തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതെല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ലതാകുമ്പോൾ മാത്രമേ അവിയൽ ടേസ്റ്റി ആകുന്നുള്ളൂ. പക്ഷെ നല്ല അവിയലാകുമ്പോൾ അത് ഞാൻ വെച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയെ കുറ്റം പറയും, കറിവേപ്പിലയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു, ജീരകം കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉപ്പിട്ടപ്പോൾ അറിയാതെ കൈ മറിഞ്ഞുപോയി, നമ്മൾ പല എക്സ്ക്യൂസുകൾ പറയുന്നു. പക്ഷെ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസുകൾ എല്ലാം നല്ലതായതുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ എഫേർട്ടും അതിൽ വരുന്നുണ്ട്, നമ്മളെന്ന ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയും അതിൽ വരുന്നുണ്ട്, ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ 5-ൽ 1 മാത്രമാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാകുമ്പോൾ അതിന്റെ ഫലവും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോർഷൻ ടു ലേൺ ഫ്രം ഭഗവത്ഗീത. ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. സോ 15-ാമത്തെ ശ്ലോകത്തില് ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. സോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഈ 5 കാരണങ്ങൾ കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നു. അതല്ല, ഇതെല്ലാം കൂടി ചെയ്യുന്നതെങ്കിൽ നമ്മൾ വി ആർ ഗെറ്റിംഗ് ഫ്രീഡ് ഫ്രം ദ കാർമിക് റിയാക്ഷൻ. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവ് എന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല. യു cannot see the things in a real way. സോ അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. സോ ഇത് സെയിം ഭാഗം തന്നെയാണ് പറയുന്നത്. ഇനിയും 18-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അതാണ് നോൺ ഡുവർഷിപ്പ് മെന്റാലിറ്റി. അതാണ് നമ്മളിപ്പോ കണ്ട ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ 18 എന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ആക്ഷൻ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ ഇതിന്റെ ഘടകങ്ങൾ. സോ ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. സോ നമുക്ക് ഇൻസ്പയർ ആകുന്നത് ഇതാണ്. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഇനി കേൾക്കൂ. ഇനി ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയെ കുറിച്ചുള്ള 3 ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇത് നമുക്ക് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇവിടെ പറയുന്നത് ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, സുനോവർ, കരണം, കർത്ത എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഈവൻ ദ മോട്ടിവേറ്റേഴ്സ് ഓഫ് ആക്ഷൻ and the constituents of action are under the dictates of the material modes of nature. Krishna will now describe the effects of the 3 modes of nature. ഇത് 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ 3 ഗുണങ്ങളെ കുറിച്ചുള്ള കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഭഗവാനോട് പറയുകയാണ് ചെയ്തത്. He begins with how the 3 modes will affect 3 of the 6 factors he mentioned in 18:18. ഈ 18-ാമത്തെ അധ്യായത്തിൽ കണ്ട ആ 3 ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞത് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഇനി കേൾക്കൂ എന്ന് ഭഗവാനോട് പറഞ്ഞു. സർവഭൂതേഷു യേനൈകം ഭാവം അവ്യയമീക്ഷതേ അവിഭക്തം ഭവിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നുവെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും വിഭിന്നമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. സോ അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നുവെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും
അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ സാധിക്കും. സോ എല്ലാ ജീവനിലും, എല്ലാ വ്യക്തികളിലും, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ അല്ലെങ്കിൽ ആ ജീവാത്മാവിനെ കാണാൻ സാധിക്കുന്നവനെയാണ്, അതാണ് യഥാർത്ഥ സാത്വിക ഗുണത്തിലുള്ളവൻ എന്ന് പറയുന്നു. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവും കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. സോ എല്ലാം സെപ്പറേറ്റ് ആണ്, എല്ലാ ഭഗവാന്റെ അംശമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുന്ന സാത്വികം. ഇതെല്ലാം സെപ്പറേറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് രാജസമാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അത് തന്നെയാണെന്ന് കരുതി നിസാര കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്നവനുമായ അറിവ് തമോ ഗുണാത്മകമാണ്. ഇതിലൊന്നും കണക്ഷൻ ഇല്ല, ഇതെല്ലാം നമുക്ക് യഥാർത്ഥമായ ജ്ഞാനവുമില്ല, എല്ലാം അത് തന്നെയാണ് എന്ന് കരുതി അതെല്ലാം നിസാരമാക്കി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങളിൽ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് ഗുഡ്നസ് സീസ് ദ സെയിം ടൈപ്സ് ഓഫ് സോൾ ഇൻ ഓൾ ലിവിംഗ് എൻറ്റിറ്റീസ്. പാഷൻ സീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾ ഇൻ ഡിഫറെന്റ് ലിവിംഗ് എൻറ്റിറ്റീസ്. ഇഗ്നോറൻസ് സീ നോ സോൾ ഓൺലി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതാണ് നമ്മളിപ്പോ കണ്ട കാര്യങ്ങൾ. സോ ഒരു സാത്വിക ഗുണത്തിലുള്ളവര് ജീവാത്മാക്കളെല്ലാം ഒരേ തരത്തിലുള്ള ജീവാത്മാക്കളാണ് എല്ലാവരിലും ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രജോ ഗുണത്തിലുള്ളവനാണെങ്കിൽ ഓരോ ജീവജാലങ്ങളിലും ഓരോ ജീവാത്മാക്കളാണ് എന്ന് തോന്നുന്നു. എന്നാൽ തമോ ഗുണത്തിലുള്ളവനാണെങ്കിൽ ജീവാത്മാവിനെ കാണത്തില്ല, എല്ലാം തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. സോ ആക്ഷൻ എന്താണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. I'll just go through quickly, കാരണം നമുക്ക് ഇനി ഒരുപാട് ഏതാണ്ട് 50 ശ്ലോകങ്ങളോളം നമുക്ക് ഇനി നോക്കാനുണ്ട്. സോ ആക്ഷൻ എന്ന പ്രവൃത്തിയിൽ എന്താ പറയുന്നത്? എഫേർട്ട് ഈസ് റെഗുലേറ്റഡ് ബൈ ശാസ്ത്ര. ശാസ്ത്രത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കർമ്മത്തിന്റെ സാത്വിക ഗുണത്തിലുള്ള കർമ്മം എന്ന് പറയുന്നത്. എഫേർട്ട് ഈസ് അൺറെഗുലേറ്റഡ് ഓവർവെൽമിംഗ് ഡിസയർ ടു എൻജോയ്. അതായത് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു റെഗുലേഷനും ഇല്ലാതെ പ്രവർത്തിക്കുന്നവനെയാണ് രജോ ഗുണത്തിലുള്ളവർ എന്ന് പറയുന്നത്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റിഗാർഡ് ശാസ്ത്ര പെർഫോംഡ് ഇൻ ഇല്യൂഷൻ കോസസ് വയലൻസ് ആൻഡ് ഡിസ്ട്രസ് ടു അതേഴ്സ്. ശാസ്ത്രത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല, കംപ്ലീറ്റ്ലി ഒരു ഇല്യൂഷനിലാണ്, മായയിൽ അകപ്പെട്ടിരിക്കുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹവും ഉപദ്രവവും എല്ലാം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് തമോ ഗുണത്തിലുള്ള പ്രവൃത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ശ്ലോകത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഏതൊക്കെയാണ് രജോ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിലുള്ള പ്രവൃത്തികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ എന്താണ് ഇനി പെർഫോമർ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നവനെ കുറിച്ചിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? 26, 27, 28 ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുഡ്നസ് എന്ന് പറയുന്നത് വർക്ക്സ് വിത്തൗട്ട് ഫോൾസ് ഈഗോ, വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് എന്തൂസിയാസം, സ്റ്റഡി ഇൻ ബോത്ത് സക്സസ് ആൻഡ് ഫെയിലുവേഴ്സ്. സോ ജയവും പരാജയവും ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കത്തില്ല. ഡിറ്റർമിനേഷനോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി, വളരെ ധൈര്യത്തോടുകൂടി പ്രവർത്തി ചെയ്യുന്നതിനെയാണ് സത്വഗുണത്തിലുള്ള പ്രവർത്തിക്കുന്നവൻ എന്ന് പറയപ്പെടുന്നത്. അതായത് രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കണം, ഭഗവാന്റെ നാമജപം ചെയ്യണം. 2 ദിവസം നാമം ജപിച്ചാൽ 3-ാമത്തെ ദിവസം നാമം ജപിക്കത്തില്ല. അങ്ങനെയുള്ള അതാണ് ഡിറ്റർമിനേഷൻ ഇല്ലാത്തവരുടെയാണ്. ആ ഒരു എന്തൂസിയാസം നമുക്ക് കാണത്തില്ല. എന്നാൽ എല്ലാം സ്റ്റഡി ആയിട്ട് ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സത്വഗുണത്തിലുള്ള പ്രവർത്തകരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പാഷനിലുള്ള പെർഫോമർ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലോ വർക്ക്സ് വിത്ത് ഫ്രൂട്ടീവ് ഡിസയേഴ്സ്, വിത്ത് ഗ്രീഡ്, എൻവി ആൻഡ് ലാക്ക് ഓഫ് ക്ലെൻലിനെസ്, നോട്ട് സ്റ്റഡി ഇൻ ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ. അതായത് അതിന്റെ ഫലം ഇച്ഛിച്ചുകൊണ്ട് ആർത്തിയോടുകൂടി മറ്റുള്ളവരോടുള്ള അസൂയാലുക്കളായിട്ട് ശുചീകരണം അല്ലെങ്കിൽ ശൗച്യത്തിന് പ്രാധാന്യം നൽകാതെ ചെയ്യുന്ന ഒരുവനെ പെർഫോമർ ഇൻ ദ മോഡ് ഓഫ് പാഷൻ അല്ലെങ്കിൽ രജോ ഗുണത്തിലുള്ള പ്രവർത്തകർ എന്ന് പറയാൻ കഴിയും. ഇഗ്നോറൻസ് ഒബ്സ്റ്റിനേറ്റ്ലി ഗോസ് അഗൈൻസ്റ്റ് അതോറിറ്റി, ലേസി, ഡിജക്റ്റഡ്, പ്രൊക്കാസ്റ്റിനേറ്റ്സ്, ചീറ്റ്സ് ആൻഡ് ഇൻസൾട്ട്സ് അതേഴ്സ് ടു അച്ചീവ് സക്സസ്. മറ്റുള്ളവരെ ചതിയിൽ കൂടി തന്റെ വിജയം ഓരോ പ്രവർത്തികളും നീട്ടി കൊണ്ടുപോകുന്നവൻ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചെയ്യാം നാളെ എന്ന് പറഞ്ഞ് നീളെ പോകുന്നത്. ഡിജക്റ്റഡ്, വളരെ കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. വളരെ ലേസി, എന്താ പറയാ, ആലസി ആയിട്ടുള്ള ആൾക്കാര്. സോ മിക്കവാറും എല്ലായ്പ്പോഴും
ശാസ്ത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, ഇതെല്ലാമാണ് തമോ ഗുണത്തിൽ പ്രവർത്തിക്കൽ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. സോ ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓരോ പ്രവർത്തികൾ. അർജുനൻ എന്ന് പറയുന്നത് ഗുഡ്നസ്, അതായത് സത്വഗുണത്തിലുള്ളത്. നിങ്ങളുടെ ഭീഷ്മനും കർണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർ രജോ ഗുണത്തിലുള്ളത്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നവർ. സോ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ക്യാൻ ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ്. സോ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സത്വഗുണത്തിലുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിയും തെറ്റും എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കാൺ ഡിസ്റ്റിങ്വിഷ് റൈറ്റ് ഫ്രം റോങ്. ശരിയും തെറ്റും ഏത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അതാണ് രജോ ഗുണത്തിലുള്ളവൻ. തമോ ഗുണത്തിലുള്ളവന് മിസ്റ്റേക്സ് റൈറ്റ്സ് ഫ്രം റോങ്. ശരിയെ തെറ്റായിട്ടും തെറ്റിനെ ശരിയായിട്ടും കരുതുന്നവനാണ് തമോ ഗുണത്തിലുള്ളവൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ തമോ ഗുണത്തിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ, അതായത് നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകലവ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ. അതിലെ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ പലപ്പോഴും എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവൻ എന്ന നിലയിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഏകലവ്യൻ. ഏകലവ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും. ഈ ഒരു ക്ലാസ്സിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് അതുപോലെ ഒരു റിസർച്ച് നടത്തിയപ്പോൾ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകലവ്യൻ എന്ന് പറയുന്ന വ്യക്തി നിഷാദ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവരെല്ലായ്പ്പോഴും രാജകൊട്ടാരത്തിന് എഗൻസ്റ്റ് ആയിട്ട്, അതായത് രാജകൊട്ടാരത്തിന്റെ എന്ന് പറയുമ്പോൾ അവരുടെ ഈ ടാക്സ് കളക്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഭാഗമാകാത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാരായിരുന്നു നിഷാദ എന്ന് പറയുന്ന ആൾക്കാർ. ഇവര് ടാക്സ് കളക്ടേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് അവരെ ആട്ടിപ്പായിച്ചിരുന്ന ഒരു ഗ്രൂപ്പിൽ വ്യക്തികളായിരുന്നു. അതായിരുന്നു അത്രേ ദ്രോണാചാര്യര് ഏകലവ്യനെ പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം വൺ ഓഫ് ദ റീസൺ. അങ്ങനെ അയച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു ദിവസം നമുക്കറിയാവുന്ന കഥയിൽ അറിയാവുന്ന പോലെ ഒരു അർജുനൻ ഒരു പട്ടിയുടെ വായിൽ അമ്പ് കൊള്ളിച്ച് വെച്ചിരിക്കുന്നത് കാണുന്ന കാഴ്ചയാണ് അർജുനൻ കാണുന്നത്. അപ്പൊ അങ്ങനെ ചെന്ന് തപ്പി നോക്കുമ്പോഴാണ് കാണുന്നത് ഇത് ഏകലവ്യനാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഏകലവ്യനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ദ്രോണാചാര്യർ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിയമത്തിന് വിരുദ്ധമാണത്രേ. എന്തുകൊണ്ടാണ് നിയമത്തിന് വിരുദ്ധമായത്? അതായത് അനാവശ്യമായിട്ട് ഒരു ജീവിയെ ദ്രോഹിക്കാൻ പാടില്ല. അപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സിംഹത്തിനെയോ കടുവയോ കൊല്ലാം, അല്ലെങ്കിൽ തന്നോട് യുദ്ധം ചെയ്യാൻ വരുന്ന മറ്റ് എതിരാളിയെ കൊല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരു നായ അത് കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ അനാവശ്യമായിട്ടൊരു ജീവിയെ ഉപദ്രവിക്കുന്നത് അന്യായമാണ്. അത് നിഷാദ പോലെയുള്ള നീചമായ വ്യക്തികൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ല. അങ്ങനെ അർജുനൻ ഈ ഒരു കൺസേൺ ദ്രോണാചാര്യർ പറഞ്ഞപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്. ഇവൻ വളർന്നു വലുതായാൽ അനീതിയായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഇവര് കാരണങ്ങൾ കണ്ടുപിടിച്ചത് നിയമമാക്കി മാറ്റും. അതായത് സത്യത്തെ, അല്ലെങ്കിൽ സത്യം എന്ന് പറയാൻ പറ്റില്ല, അതിനെ എന്താ പറയാ, തെറ്റായതിനെ ശരിയായിട്ടും ശരിയായതിനെ തെറ്റായിട്ടും വ്യാഖ്യാനിക്കാനുള്ള സാധ്യത ഇതുപോലുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദ്രോണാചാര്യ അദ്ദേഹത്തിന്റെ തള്ളവിരലിന്റെ, അതായത് വലത് കൈയുടെ തള്ളവിരൽ അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായിട്ട് ചോദിച്ച് മേടിച്ച് പിന്നീട് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മെയിൻ റീസൺ ഹിയർ. ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ ഒരു ഭാഗമാണ്. അതായത് ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്തെന്ന്, ഭയപ്പെടേണ്ടതും എന്തെന്ന്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്തുവാണെന്ന് എല്ലാം തിരിച്ചറിയാൻ സാധ്യമാണ്. അങ്ങനെയുള്ളവൻ, അത് അറിയുന്നവനാണ് സാത്വഗുണത്വൻ. എന്നാൽ അത് അറിയാത്തവൻ എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളവനാണ് എന്ന് നമുക്ക് അത് 33ാമത്തെ ശരിക്ക് കേൾക്കണില്ല. ഹരേ കൃഷ്ണ. ശരിക്ക് കേൾക്കണില്ല, സൗണ്ട് ഇല്ല. ബാക്കിയുള്ളവൻ കേൾക്കാമോ? നന്നായിട്ട് കേൾക്കാം പ്രഭു. സേതുമാധവ സൗണ്ട് കൂട്ടി വെച്ചാട്ടെ മൊബൈലില്. എന്തോ ഇവിടുത്തെ ഫോണിന്റെ
ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുഴപ്പമായിരിക്കാം കേട്ടോ. ഓക്കെ, ഹരേ കൃഷ്ണ. ശരി. അപ്പൊ അങ്ങനെ വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനത്തിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദായ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ധർമ്മത്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സാത്വിക ഗുണ സത്വഗുണത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥമായ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇനിയും ബുദ്ധിയെ കുറിച്ച് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഡിറ്റർമിനേഷൻ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺബ്രേക്കബിൾ ഡിറ്റർമിനേഷൻ വിത്ത് ടു അച്ചീവ് ലിബറേഷൻ ബൈ സെൻസ് കൺട്രോൾ. അതായത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് 33-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഖണ്ഡിക്കാത്ത അല്ലെങ്കിൽ അതിനെ ഒരു മാറ്റാത്ത ഒരു ഡിറ്റർമിനേഷനാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അത് തന്റെ ആധ്യാത്മിക പുരോഗതി അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി തന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവനെ സത്വഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻ എന്നും, പാഷൻ അൺബ്രേക്കബിൾ ഡിറ്റർമിനേഷൻ ടു അച്ചീവ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, തന്റെ ഇന്ദ്രിയ സുഖങ്ങളെ തൃപ്തിപ്പെടുത്തണം, അതുപോലെ സാമ്പത്തികമായി വളരണം, അതുപോലെ തന്നെ തെറ്റായ തരത്തിലുള്ള ആധ്യാത്മികത, സോക്കോൾഡ് ആധ്യാത്മികത അങ്ങനെ വളർത്തുന്നവനെ രജോ ഗുണത്തിലുള്ളതെന്നും, ഇതൊന്നുമില്ലാതെ സ്വന്തം സ്വപ്നത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നവനെ അന്ധകാരത്തിലുള്ളത് അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തത് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വളരെ രസകരമായ ഒരു ശ്ലോകമാണ്. നമുക്കത് വായിക്കാം. യത്തദഗ്ര വിഷമിവ പരിണാമേ മൃദോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരം ഉണർത്തുന്നതുമായ സുഖത്തെ സാത്വികം എന്ന് പറയപ്പെടുന്നു. ഇത് നമ്മളെല്ലാവരും ഒരുപക്ഷെ അനുഭവിക്കുന്നതായിരിക്കാം. ആദ്യം വളരെ വിഷമകരമാണ്, അത് വളരെ വിഷം പോലെ തോന്നും നമുക്ക്. എന്താണ് വിഷം പോലെ തോന്നുന്നത്? ഇപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാത്രിയിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയാലും രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതി, 7-8 മണി വരെ കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെയുള്ള ഒരു സുഖലോലുഭനായിട്ട് നമ്മളിപ്പോൾ കഴിയുക. ആധ്യാത്മികതയിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കണം. 5 മണിക്ക് പതുക്കെ നേരത്തെ എഴുന്നേക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ വിഷമകരമായിട്ട് തോന്നും. ഇറ്റ്സ് ലൈക്ക് എ പോയിസൺ. ഇത് വിഷം പോലെ തോന്നും നമുക്ക്. രാവിലെ എഴുന്നേക്കുന്നത് വലിയ കഷ്ടമാണ്. പക്ഷേ നെറ്റർ ലേറ്റർ, ആദ്യം വിഷമകരമായിട്ടോ അല്ലെങ്കിൽ വിഷമായിട്ടോ തോന്നുന്നെങ്കിലും അവസാനം അത് അമൃതായിട്ട് മാറുന്നതാണ് യഥാർത്ഥ സാത്വിക ഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. രജോ ഗുണത്തിലുള്ളതോ നെക്ടർ ഫസ്റ്റ്, പോയിസൺ ലേറ്റർ. ആദ്യം അത് സുഖമായിട്ട് തോന്നാം, താത്കാലികമായിട്ട് നമുക്ക് സുഖം നൽകാം. പക്ഷെ പിന്നീട് അത് നമുക്ക് കർമ്മബന്ധനങ്ങളും നമ്മളെ ഇവിടെ പിടിച്ച് ഉലയ്ക്കുന്നതും പിടിച്ച് കെട്ടിയിടുന്നതും ഒക്കെ ഉള്ളത്. നമ്മുടെ ഭക്ഷണ പ്രക്രിയകളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല പദാർത്ഥങ്ങളും നമുക്ക് കഴിക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ടാവും. പക്ഷെ പിന്നീട് ഇത് വലിയ വലിയ കൊടും പാതകങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊടും രോഗങ്ങളിലേക്കൊക്കെ നമ്മളെ തള്ളിവിടുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെ കാണുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ രസകരമായിട്ട് തോന്നും. അതാണ് നെക്ടർ ഫസ്റ്റ്, പോയിസൺ ലേറ്റർ. ഇഗ്നോറൻസിലോ തമോ ഗുണത്തിലുള്ളതാണെങ്കിലോ only an illusion hope for nectar, poison from beginning to end arises from intoxication and sleep. അതായത് ഒരു മായയിൽ കുടുങ്ങി നമുക്ക് തോന്നാം ഇതെല്ലാം അമൃതാണ് എന്ന്. എന്നാൽ തുടക്കം മുതൽ അവസാനം വരെയും വിഷം നിറഞ്ഞതാണ് ഈ തമോ ഗുണത്തിലുള്ള സന്തോഷം എന്ന് പറയപ്പെടുന്നു. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് arises from intoxication and asleep. അതായത് ആദ്യം സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ മുകളിലോട്ട് പോകും, പിന്നെ കുറച്ച് താഴ്ന്നിരിക്കും. പിന്നെ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ടിങ് എന്ന് വീണ്ടും പോകും, പിന്നെ വീണ്ടും താഴ്ന്ന് കുറച്ച് താഴെ വരും. അപ്പൊ നമ്മൾ 2 സിഗരറ്റ് വലിക്കും, അപ്പൊ ടിങ് മുകളിലോട്ട് പോകും.
അത് വീണ്ടും താഴ്ന്ന് വീണ്ടും കുറച്ചുകൂടെ വരും. പിന്നെ 4 സിഗരറ്റ് ആവും, പിന്നെ മുകളിലോട്ട് പോകും, പിന്നെ താഴോട്ട് പിന്നെയും കുറച്ച് താഴോട്ട് പോകും. അപ്പൊ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കും, അപ്പൊ മുകളിലോട്ട് പോകും, അപ്പൊ താഴോട്ട് വീണ്ടും താഴോട്ട് പോകും. അപ്പൊ 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. ഇങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത്. മദ്യപാനവും ഇത് തന്നെ, ലഹരി പദാർത്ഥങ്ങളും ഇങ്ങനെ തന്നെ. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് മുകളിലുണ്ട്. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്കൊരു ഉത്തേജനം തോന്നിയേക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ അത് താഴേക്ക് വരിക. അത് ആരോഗ്യപരമായിട്ടും നമ്മുടെ കോൺഷ്യസ്നെസ് പരമായിട്ടും നമ്മുടെ ഈവൻ ഈ പറഞ്ഞ അഡീഷണൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പൈസ മുടക്കിയേ പറ്റത്തുള്ളൂ. ധനപരമായിട്ട് നമുക്ക്. എന്നാൽ ആധ്യാത്മികപരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. അത് ആദ്യം കുറച്ച് കഠിനമാണ് എങ്കിലും അവസാനം നമുക്ക് അമൃതത്തിന് തുല്യം അമൃത് തരുന്നതാണ് ഭഗവത് നാമം ജപം. അതിനാർക്കും പൈസ കൊടുക്കണ്ട. പക്ഷെ ഇതിന് നമുക്ക് ഓരോന്നിനും പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ ധനനഷ്ടം, ആരോഗ്യനഷ്ടം, നമ്മുടെ ചിന്താഗതിക്ക് നഷ്ടം, എല്ലാം കൊണ്ട് നമുക്ക് നഷ്ടം മാത്രമാണ്. അതാണ് തമോ ഗുണത്തിലുള്ള സന്തോഷം, സോക്കോൾഡ് സന്തോഷം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. സോ ശ്ലോകം 36 നമ്മൾ നോക്കിക്കഴിഞ്ഞു. സുഖത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ കണ്ടത്. Okay, we'll go to slogan number 40. Summary of the influence of modes. എന്ന് പറയുന്നത് നതദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുഖം മുക്തം യദേഭി സ്യാത് ത്രിഭിർഗുണൈർ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജനങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. ഇതിൽ നിന്ന് ആർക്കും നമുക്ക് മുക്തി നേടാൻ സാധിക്കത്തില്ല. സോ ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതിന് വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചിട്ട് കൊണ്ടുവരുന്നത്. സോ നൗ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് വാട്ട് ഈസ് എൻ ഐഡിയൽ വർക്കർ. പ്യൂരിഫിക്കേഷൻ ത്രൂ കർമ്മയോഗ, പ്യൂരിഫിക്കേഷൻ ത്രൂ ജ്ഞാനയോഗ. എന്താണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഇതുപോലെ നമുക്ക് സമ്മറി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകാം. നമ്മുടെ ശ്ലോകത്തിലേക്ക് പോയിക്കാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. So, Brahmana, Kshatriya, Vaishya, Shudra. The modes of nature affects everyone in this world. 40. And thus create 4 types of people. 41, 42, 43, 44. Works by being peaceful, self-controlled, austere, pure, tolerant, honest, knowledge, wise and religious. So, 42ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. ഇനി രജോ ഗുണം എന്താണ്? പരാക്രമം, ബലം, ക്ഷത്രിയരുടെ പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വഭാവങ്ങൾ. 44. ഇനി വൈശ്യരുടെ എന്താണ്? കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങൾ അത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചാരിക്കലും. അതാണ് ഇത് ശൂദ്രരുടെ കാണുന്നത്. ശൂദ്രരും വൈശ്യരും അവിടെ 44ാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. സോ ശൂദ്ര അത് 44ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ശൂദ്രരുടെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സേവിക്കുക എന്നുള്ളതാണ്. 41 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളിൽ അതാണ് ഫോർ സോഷ്യൽ ഓർഡേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റിക്കിംഗ് ടു വൺസ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടി. ഒരാളുടെ തന്നെ പ്രവൃത്തിയിൽ നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത്? അതാണ് നമുക്ക് 45 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് 45ാമത്തെ ശ്ലോകങ്ങൾ? സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. സർവ്വജീവികളുടെയും പ്രഭവസ്ഥാനവും സർവ്വവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. സോ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 47. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രതികരണങ്ങൾക്ക് വേണ്ടി വരില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കുറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ധർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ നോക്കുക,
റിയാക്ഷൻസ് ഫ്രീ വർക്ക് ത്രൂ ജ്ഞാനയോഗ. റിയാക്ഷൻസ് ഫ്രീ വർക്ക്, അതായത് ഒരു തരത്തിലുള്ള ബന്ധനങ്ങളും നമുക്ക് റിയാക്ഷൻസ് അനുഭവപ്പെടുന്നില്ല. ബ്രഹ്മൺ പ്ലാറ്റ്ഫോം, പിന്നെ പ്യൂർ ഭക്തി. അതാണ് ഏറ്റവും ബ്രഹ്മൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കോൺഫിഡൻഷ്യൽ നോളജിലേക്കുള്ളത്. The first type of sannyasi gives up the doership mentality in work and attachment to the result of work. When that sannyasi perfects his sadhana over time, then he gives up the work completely. This is called yoga rudha stage. That is the second type of sannyasa, and that Krishna mentions now. ഇതിനെ കുറിച്ചിട്ട് ഇനിയും സന്യാസ, ഇത് കർമ്മത്തിനെ എങ്ങനെ ത്യജിക്കാം എങ്ങനെയുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഒരു പ്രോഗ്രസീവ് സ്റ്റേജിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. സോ പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് സന്യാസ എന്ന് പറഞ്ഞാൽ ആസക്ത ബുദ്ധി സർവത്ര ജദീദാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധി ഗച്ഛതി. ശ്ലോകം നമ്പർ 49 പറയുന്നത്, ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. 51 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രോസസ് ഓഫ് അറ്റൈനിങ് ബ്രഹ്മൺ. ബ്രഹ്മ തലത്തിലേക്ക്, അതായത് ബ്രഹ്മൺ റിയലൈസേഷൻ. ഇൻ ദ സ്റ്റേജ് ഓഫ് ബ്രഹ്മൺ ഭൂത, one is completely devoid of all of the material modes and becomes fully joyful or peaceful, a pure soul, either prasannatma. After attaining Brahman platform, one can attain pure bhakti unto Lord Krishna. So ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണമെങ്കിൽ, എത്തുക എന്ന് പറയുന്നത് നമ്മൾ 3 ഗുണങ്ങൾക്കും അതീതനാകുമ്പോൾ, മുമ്പ് പറഞ്ഞ ആ കാര്യം അതിനെല്ലാം നമ്മൾ അതീതനാകുമ്പോൾ നമുക്ക് ബ്രഹ്മൺ സ്റ്റേജിലേക്ക് വരാം. അതിന്റെ വിവർത്തനം വായിക്കാം. തന്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചിതനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രോഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജന സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നേ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാന യോഗം അനുഷ്ഠിക്കുന്ന ആൾക്ക് വിരക്തനായും മിഥ്യാഹങ്കാരം, ബലത്തെക്കുറിച്ചും ഉള്ള മതം, മിഥ്യാഭിമാനം, കാമം, ക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും തെറ്റായ അധീശത്വ ബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ആ ബ്രഹ്മൺ സ്റ്റേജിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു. ബ്രഹ്മൺ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ശ്ലോകമാണ്. ലെറ്റ്സ് കം ടു ലവ് ഓഫ് ഗോഡ്, ദ സുപ്രീം ഒബ്ജക്റ്റ്. അതാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ആ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവർ, ഏത് മുമ്പ് പറഞ്ഞ ബ്രഹ്മൺ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നവർ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളെയും സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. സോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആ യഥാർത്ഥ ശുദ്ധമായ ഭക്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ബൈ ഭക്തി വൺ ക്യാൻ നോ കൃഷ്ണ ആൻഡ് അറ്റൈൻ ഹിസ് അബോർഡ്. ഭക്ത്യാമാമഭിജാനാതി യാവാൻ യാശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. Does it mean that to practice bhakti we have to first practice jnana? No. സോ ഇവിടെ പറയുന്നത് ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. സോ എന്ന് വെച്ച് നമ്മൾ ജ്ഞാനത്തിൽ കൂടി മാത്രമേ ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റൂ എന്നൊരിക്കലും ഒരു അർത്ഥമില്ല. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. സോ അതാണ് നമുക്ക് പറയുന്നത്, ആക്ടിവിറ്റീസ് ഇൻ ഭക്തി ലീഡ് ടു കൃഷ്ണസ് അബോർഡ്. ഭക്തിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് നമുക്ക് എത്താൻ സാധിക്കുന്നു. കർമാണ്യപി സദാ പൂർവാണോ മദ്വ്യപാശ്രിതാവശ്രയ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതുതരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും
എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. അതാണ് ഭഗവാനെ കുറിച്ച് ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നേടുന്നത് ഭഗവാന്റെ ധാമത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്താ സതതം ഭവ. സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. സോ ഇവിടെ ഭഗവാനെ ചിന്തിക്കുന്ന കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ പൂർണ്ണമായും നമ്മൾ ഏർപ്പെടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്കിവിടെ പറയുകയാണ് ചെയ്തത്. 58-ാമത്തെ ശ്ലോകത്തിൽ മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാൻ ശ്രോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. സോ അതല്ല എങ്കിൽ നമ്മൾ നാശത്തിലേക്ക് ചെല്ലുന്നു. 59-ലും 60-ലും ഭഗവാൻ പറയുന്നു, ഭഗവാൻ അതായത് അവനവന്റെ പ്രാകൃതം അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയാണ്. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവ പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നമ്മൾ ഇവിടെ പ്രവർത്തിക്കാൻ നമ്മൾ തുനിയുന്നില്ല എങ്കിൽ നമ്മളുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ അതിലേക്ക് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും എന്ന് ഇവിടെ ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, now someone may say that if everyone acts according to his nature, then is nature supreme? Krishna says no. അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ്? അപ്പൊ ഇവിടെ നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയാണോ ഏറ്റവും ഉത്തമം? ഭഗവാൻ പ്രകൃതിയല്ല, ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. സോ എന്താണ് പറയുന്നത്? അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. അതാണ് നമ്മളിപ്പോ വായിച്ചത്. 61-ാമത്തെ വായിക്കേണ്ടത്. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സോ ഈശ്വരനാണ്, അല്ലെങ്കിൽ പരമാത്മാവിന്റെ രൂപത്തിൽ ഈശ്വരനാണ് ഏറ്റവും പരമം. എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ബിക്കോസ് ലോർഡ് സാങ്ഷൻസ് ഡിസയർ ഓഫ് ലിവിംഗ് എൻറ്റിറ്റി ടു വാണ്ടർ ആൻഡ് പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റീസ് ടു ഫുൾഫിൽ ദോസ് ഡിസയേഴ്സ്, therefore take shelter of him. സോ ഭഗവാനാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവാത്മാക്കളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സബലീകരിച്ച് തരാനായിട്ട് കഴിവുള്ളവൻ. അദ്ദേഹമാണ് തന്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് അതിനുള്ള പെർമിഷൻ നൽകുന്നത്. അതുകൊണ്ട് പ്ലീസ് സറണ്ടർ അൺ ടു ഹിം എന്നാണ് അവിടെ പറയുന്നത്. സോ 62-ാമത്തെ ശ്ലോകത്തിൽ, ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മസമർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. സോ ഭഗവാന്റെ പരമപദം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭഗവാനെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തുകൊണ്ട് ഭഗവാന്റെ ആജ്ഞാനുസരണം നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശ്യത്തെ തദശേഷേണ യഥേ ഇച്ഛസി തഥാ കുരു. ഭഗവാൻ പറയുന്ന, അർജുന, ഐ ആം കൺക്ലൂഡിങ്. ഞാൻ ഭഗവത്ഗീത പറഞ്ഞു നിർത്തുകയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത് നീ നിന്റെ മനസ്സിലിട്ട് അവലോകനം ചെയ്യുക. വിമൃശ്യത്തെ അശേഷേണ, വിത്തൗട്ട് ലീവിങ് എനിത്തിങ്. ഒന്നും ഇതിൽ നിന്ന് നീ വിട്ടുകളയാതെ പൂർണ്ണമായും നീ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്തോ അതിനെക്കുറിച്ച് അവലോകനം ചെയ്തിട്ട് then you decide what to do. യഥേ ഇച്ഛസി തഥാ കുരു. നിന്റെ ഇഷ്ടാനുസരണം നീ പ്രവർത്തിക്കൂ എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത്. സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വചഃ
ഇഷ്ടോസി മേ ദൃഢമേതി തതോ വക്ഷ്യാമി തേ ഹിതം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്ക് നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ മേന്മയ്ക്കു വേണ്ടിയാണിത്. ഈ ശ്ലോകം ഇപ്പൊ ഈ ഇരിക്കുന്ന ഐ ക്യാൻ സി 20 ഡിവോട്ടീസിലേക്ക് കണക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 22 പേരാണ് എക്സിറ്റഡ്. ഇപ്പൊ ഈ 20 പേര് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക. ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷന് മുൻപ് അവരവരുടെ പേരെഴുതുക. പ്രിയപ്പെട്ട അധിചന്ദ്ര ഗോവിന്ദദാസ്, അല്ലെങ്കിൽ സേ ഇഫ് ഐ ജസ്റ്റ് റീഡ് 1 or 2 names. പ്രിയപ്പെട്ട അജിത കുഞ്ഞുമോൻ, പ്രിയപ്പെട്ട അനില, പ്രിയപ്പെട്ട ദീപ മനോജ്. അങ്ങനെ എഴുതിയിട്ട് ഇതൊന്ന് വായിക്കുക. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമമുഖ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്ക് നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ മേന്മയ്ക്കു വേണ്ടിയാണിത്. സോ കൃഷ്ണ ഈസ് ടെല്ലിംഗ് അസ്. ഭഗവാൻ നമ്മളോടാണ് പറയുന്നത്. അർജുനനിൽ കൂടി നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഇത് കേൾക്കാൻ സാധിച്ചത്. ഈ ഇത്രയും പരമഗുഹ്യമായി ജ്ഞാനം സാധാരണ എല്ലാവരിലേക്കും ചെല്ലുകയില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ ഇതെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ഭഗവാൻ പറയുന്നതാണ്, നിന്റെ മേന്മയ്ക്കു വേണ്ടിയാണിത്, നമ്മളുടെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു 2-3 ശ്ലോകത്തിന് ശേഷം മനസ്സിലാകും ഭഗവാൻ എന്താണ് ഇനി പറയുന്നത്. 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിനേ. അർജുന, ഐ പ്രോമിസ് യു, ഈ 4 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യു ആർ വെരി ഡിയർ ടു മീ. നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 4 കാര്യങ്ങൾ മാത്രം ചെയ്യുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവത്ഗീതയിലെ ശ്ലോകം, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം നേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. ഭഗവാൻ അങ്ങനെ ഭഗവാനിൽ ശരണം പ്രാപിക്കുന്ന ഒരുവനെ ഭഗവാൻ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ്. നമ്മൾ മുമ്പ് ക്ലാസ്സിനിടയിൽ ഇടച്ചു പറഞ്ഞു, യുദ്ധത്തിൽ മരിച്ച ഓരോരുത്തരെയും ഭഗവാൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇതം തേനാദപസ്തായ നാഭക്തായ കദാചന നചാശുഷവേ ച വാച്യം നച മാംയോ അഭ്യസൂയതേ. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും രഹസ്യമായി ജ്ഞാനം ഉപദേശിക്കരുത്. നമ്മൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കേൾക്കാനുള്ള അവസരം തന്നെ ലഭിച്ചത്. നമ്മൾ ഭഗവാനോട് ഉള്ള അഗാധമായ സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, യഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വാഭിധാന അദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയം. പരമരഹസ്യമായി ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുത സേവനം സുരക്ഷിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാനചമേ സത്തസ്മാത് അന്യ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 18 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേട്ട ജ്ഞാനം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവരോട് പറയുക, ഭഗവത്ഗീത വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അവരെ ഭഗവാൻ നാമം ജപിക്കുന്നവരെ പ്രേരിപ്പിക്കുക. ഭഗവാന്റെ ഈ ഗുഹ്യതരമായ ഏറ്റവും പരമമായ ഗുഹ്യമായ ഈ ജ്ഞാനം അവരെ കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന ഒരുവൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നാണ് ഭഗവാനോട് പ്രോമിസ് ചെയ്ത് പറയുന്നത്. അധ്യേഷ്യത്യേതേചയമം ധർമ്മ്യം സംവാദമായവോ അവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടാസ്യാമിതി മേ മതി. നമ്മൾ തമ്മിൽ നടക്കുന്ന പാവനമായി ഈ സംഭാഷണം പഠിച്ച് അറിയുന്നവർ
ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മളെല്ലാവരും ഈ ഇരുന്ന എല്ലാവരും ഭഗവാനെ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. ഭഗവാൻ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒന്നുകൂടെ വായിക്കുകയാണ്. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്, നമ്മളെല്ലാവരും ഭഗവാനെ ബുദ്ധി കൊണ്ട് ആരാധിച്ചിരിക്കുന്നു. വളരെ വളരെ ഏറ്റവും പരിപാവനമായ, ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് ചെയ്തത്. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപീദ്യോ നരഃ സോവിമുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടു കൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാവാക്കാൻ വാഴുന്ന ശുഭങ്ങളായ ലോകത്തിലെത്തും. ഭഗവാനോട് സ്പഷ്ടമാക്കി തരുന്നു. സോ ഇനി ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഭഗവാനോടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് എൻഡ്. നമുക്ക് അവസാനത്തേക്ക് നമുക്ക് പോകാം. സോ വിൽ ഗോ ടു ദ 72nd ശ്ലോക. കശ്ചിത് ഏതച്ഛുശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ കശ്ചിത് ജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. നിനക്ക് ആദ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? കശ്ചിത് ഏതത് ശ്രുതം പാർത്ഥ, അല്ലയോ പാർത്ഥ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടോ? ഈ ഇരിക്കുന്ന എല്ലാവരും കേട്ടോ? ശ്രദ്ധയോടുകൂടി കേട്ടായിരുന്നോ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? അജ്ഞാനത്താൽ നിനക്കുണ്ടായിരുന്ന വ്യാമോഹം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, അടുത്തൊരു 5 മിനിറ്റ് തീർക്കാം. ഒരു ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്യൂ മിനിറ്റ്സ് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് ലോങ് അധ്യായം ആയതുകൊണ്ടാണ്, ക്ഷമിക്കുക. എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവസാന ഭാഗമാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഫലശ്രുതി, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് നിർത്താം. ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടെ തരിക, ദയവായിട്ട് ക്ഷമിക്കുക. സോ കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? സോ നൗ ഇനിയും ഈ ഒരു ഭാഗം നമ്മളെ സംബന്ധിച്ച് എന്താണ് പഠിക്കാനുള്ളത്? അടുത്ത ഒരു ശ്ലോകം അർജുനനോട് ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളൂ എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞുവെങ്കിലും ഭഗവാൻ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അർജുനനിൽ നിന്ന് നമുക്ക് കേൾക്കാം. അർജുനൻ എന്താണ് പറയുന്നത്? ഭഗവാൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അർജുനനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ ഇപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. സോ കരിഷ്യേ വചനം തവ എന്ന് അർജുനൻ പറഞ്ഞപ്പോ നമ്മളിൽ നിന്നും ഭഗവാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കും ഭഗവാന്റെ ഇച്ഛാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നൽകണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. സോ അത് അവസാനത്തേക്ക് നമ്മൾ എത്തുകയാണ്. സോ സഞ്ജയ ഉവാച. ഈ സഞ്ജയന്റെ അഭിപ്രായം കേൾക്കുക. നമ്മൾ എത്രമാത്രം ഭാഗ്യം സിദ്ധിച്ചവനാണ് എന്ന് സഞ്ജയൻ പറയുന്നു. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമശ്രൗഷത് അദ്ഭുതം രോമഹർഷണം. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടത്തിയ ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ഈ സന്ദേശം എന്നെ കോൾമയിർ കൊള്ളിക്കുന്നു. വ്യാസപ്രസാദുശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനനോട് പരമരഹസ്യമായി ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. സോ അവിടെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തനിക്ക് കേൾക്കാൻ പൂർണ്ണമായി സാധിച്ചു എന്ന് സഞ്ജയൻ പറയുകയാണ് ചെയ്തത്.
സോ അവസാനത്തെ ആ ഒരു ശ്ലോകം ഞാൻ പറയാൻ 2-3 ശ്ലോകം സ്കിപ്പ് ചെയ്യുകയാണ് സമയത്തിന്റെ അഭാവം മൂലം. സോ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ശ്ലോകം ഇതാണ് പറയുന്നത്: യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. സോ അങ്ങനെ ഭഗവാന്റെ ഈ ഒരു ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാഗ്രന്ഥം പഠിച്ചവർക്ക് എല്ലാവർക്കും സഞ്ജയന്റെ ഈ അവസാനത്തെ ആ ഒരു കൺക്ലൂഷൻ വേർഡ്സ് നമുക്കെല്ലാവർക്കും നല്ലൊരു ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ വിൽ എൻഡ് ദ സെഷൻ. ഒരു അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. May you become blessed by Lord Krishna with spiritual intelligence to be able to practice your spiritual life successfully and to go back home, back to Godhead in this very life. നിങ്ങളെല്ലാവരും ഭഗവാന്റെ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഭഗവത് ധാമയിലേക്ക് ഈ ജീവിതത്തിൽ തന്നെ തിരിച്ചു പോകാനുള്ള സർവ്വ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ, ഭഗവാന്റെ അനുവാദവും നൽകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഭഗവത്ഗീത മഹാഗ്രന്ഥരാജ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണ की जय. श्री कृष्णा अर्जुन की जय. हरे कृष्ण. उपस्थित सर्व भक्तवृंद की जय. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വന്നു ചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയതെന്ന് എനിക്കറിയാം, പക്ഷേ വി ഹാവ് ടു കൺക്ലൂഡ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോയത്. 78 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. സോ എന്നാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. സമയങ്ങൾ അതിക്രമിച്ചത് കൊണ്ട് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം, കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം കഴിഞ്ഞ ദിവസത്തെ 18 ദിവസത്തെ നമ്മൾ ക്ലാസ് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ അനുഭവമോ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ആരായുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സോ യു ആർ ഫ്രീ ടു ഗോ ഔട്ട്. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഒഫീഷ്യലി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ കാരണം എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് നിന്നിട്ട് ആരുടെയെങ്കിലും അഭിപ്രായം ഒന്ന് കേട്ടിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, പുഷ്പമാധവി എന്തോ പറയാൻ ആഗ്രഹിച്ചു, പറഞ്ഞത്. പ്രഭു, യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പറഞ്ഞില്ലേ, ഏത് നെയിമിലാണ്? അതിചന്ദ്ര ഗോവിന്ദദാസ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഇടാം. മാധുജി കൃഷ്ണ നമ്മുടെ ഈ ഗ്രൂപ്പിലില്ലേ, അതായത് ഓവർവ്യൂ കോഴ്സ് എന്ന ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേൾക്കണേ, പക്ഷെ നല്ലപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ളൂ നിങ്ങളുടെ പ്രൊനൗൺസിംഗും എക്സാമ്പിൾ തരലും ഒക്കെ. അപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. യൂട്യൂബിൽ ഉണ്ടെങ്കിൽ കേൾക്കാൻ. തീർച്ചയായിട്ടും ഉണ്ട്. യൂട്യൂബിൽ ഈ 18 ദിവസത്തെ കോഴ്സ് ക്ലാസ് ഉണ്ട് അതിനകത്ത്. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. മാധവജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഈ 18 ദിവസം 18 അധ്യായങ്ങൾ വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച് പ്രഭു. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഇതിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലാസ്സുകൾ എൻ്റേത് ഒരു മിനിറ്റ്, ഞാൻ ഈ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. അതിനുശേഷം